ഗൈസ്, ഞെട്ടിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്താനുണ്ട്. കുറെ ദിവസമായിട്ട് ശശി തരൂർ കോൺഗ്രസിന് ഇങ്ങനെ തലവേദന കൊടുത്തോണ്ടിരിക്കുന്നത് എന്താ നമ്മളെല്ലാരും ചിന്തിച്ചില്ലേ? അപ്പം നമ്മളെല്ലാരും എന്തുട്ടാ വിചാരിച്ചത്? പാർട്ടിക്കകത്തുനിന്ന് അവഗണന നേരിടുന്നുണ്ട് അങ്ങനെയല്ലേ? പക്ഷെ അത് മാത്രമല്ല കാര്യം. ശശി തരൂർ കണ്ണുവെച്ചിരിക്കുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രി കസേരയാണ്. പുരാണമെന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് തരൂർജിയുടെ വഴികൾ. കോൺഗ്രസിന്റെ തലയിൽ ഇടുത്തി വീഴുന്ന പോലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ശശി തരൂരിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഹൈക്കമാൻഡിനെ കൊണ്ട് ഇടപെടിക്കാമെന്ന് സ്വപ്നം കണ്ട കോൺഗ്രസ് നേതാക്കൾക്ക് തെറ്റി. നോട്ട് ബാക്കി നടന്നില്ല. രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൂളായിട്ട് ഉത്തരം പറഞ്ഞ് മൂപ്പര് ഇവിടെ തിരിച്ചു വന്നിട്ട് വീണ്ടും അടുത്ത വിവാദത്തിന് തിരികൊളുത്തി. ലേഖനൊന്നും മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. മനസ്സിരുത്തി വായിക്കാൻ പറഞ്ഞത് നാട്ടുകാരോടല്ല, കോൺഗ്രസ് നേതാക്കളോടാണ്. നിങ്ങൾക്ക് ചിലപ്പോ അത് താങ്ങാനുള്ള ശക്തി ഉണ്ടായി എന്ന് വരില്ല. ലേഖനത്തിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഈ പോക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത തവണയും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കും. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വമില്ല. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ മീൻസ് തരൂർ അങ്ങനെയല്ല. വോട്ട് ബാങ്ക് കുറച്ച് കുറവാണെങ്കിലും ജനസമ്മതി തനിക്ക് കൂടുതലാണ്. ദാറ്റ് മീൻസ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യൻ ശശി തരൂർ തന്നെയെന്നാണ് തരൂർ എന്നെ പറഞ്ഞത്. ശശി തരൂരിനെ പോലത്തെ ഒരാള് അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ എല്ലാ കാലവും വളരെ പിന്തുണച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും അതെ, ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നു. പക്ഷേ അതൊരു അതിര് വിട്ട് പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി ഒരു 4 തവണ വിളിച്ചു, കിട്ടിയില്ല. കിട്ടൂല മോനെ, കിട്ടൂല. മൂപ്പരെങ്കയോ പോച്ച്. ഇനി കോൺഗ്രസിന്റെ റേഞ്ചിനുള്ളിൽ ശശി തരൂരിനെ കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടാ. കുറച്ച് ലൈറ്റ് ആയിട്ടെങ്കിലും തരൂരിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് സുധാകരൻജിയാണ്. മൂപ്പരുടെ ഈ പ്രസ്താവനയോടെ അതും പോയി കിട്ടി. പിന്നല്ലാണ്ട് വേറെ എന്തും ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ കഴിക്കും. പക്ഷെ മുഖ്യമന്ത്രി കസേര ഡോണ്ടു അത് വേണ്ട. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി 2 കണ്ണും ദാനം ചെയ്തിരിക്കുന്ന എന്തോരം നേതാക്കളുണ്ട് കോൺഗ്രസില്. പാർട്ടിക്ക് ഞാൻ കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല. അതെ, അവിടെ എല്ലാരും നേതാക്കന്മാരാണല്ലോ. എല്ലാരും കസേരയ്ക്ക് വേണ്ടി കണ്ണു നട്ട് കാത്തിരിക്കുന്നവരല്ലേ. പിന്നെ എങ്ങനെ നേതൃക്ഷാമം ഉണ്ടാവും? തരൂർജി എന്തൊക്കെ മണ്ടത്തരാണ് പറയണത്. അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും എന്നെപ്പോഴുള്ള ഞാനൊക്കെ പാർലമെന്റ് ഉണ്ടായിരുന്നപ്പോഴും നമ്മളൊക്കെ കൊച്ചു കേരള കാര്യങ്ങളും കൊച്ചു ഭാരതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയിൽ കൂടുതൽ അറിവ് അദ്ദേഹത്തിനുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ ലോക്കൽ പൊളിറ്റിക്സിൽ ഞങ്ങൾക്കുള്ള അറിവ് പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അദ്ദേഹത്തിന് അറിവുണ്ട്. അതായത് തരൂർജിക്ക് ഇവിടുത്തെ പൊളിറ്റിക്സ് അറിയില്ല. തരൂർജി അവിടെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒക്കെ നോക്കിയിട്ടിരിക്കുന്നേ. ഇവിടേക്ക് മുഖ്യമന്ത്രി കസേരയുടെ ആഗ്രഹം കൊണ്ട് വരണ്ട. അതല്ലേ മുരളീധരൻ ഉദ്ദേശിച്ചത്? നമുക്ക് മനസ്സിലായി. മുഖ്യമന്ത്രി കസേരയിലേക്ക് ലക്ഷ്യം വെച്ച ഒളിയമ്പിന് ശേഷം തരൂർജി വീണ്ടാമതും പ്രത്യക്ഷപ്പെട്ടു. ഇനി തവണ തൊടുത്ത എങ്ങനെയാവോ പറയാൻ പോണെന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ ടെൻഷൻ അടിച്ച് കാതോർത്തിരുന്നു. കോൺഗ്രസിന് എന്നെ വേണ്ടെങ്കിൽ എനിക്കും കോൺഗ്രസിന് വേണ്ട. എന്റെ മുന്നിലേ വേറെ വഴികളുണ്ടെന്ന്. ഒരു മുന്നണി മാറ്റത്തിന്റെ സ്വരമല്ലേ ആ കേട്ടത്? മറ്റു ജോലികൾ എന്നുള്ളതിന് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത് എഴുത്തും വായനയും, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രഭാഷണങ്ങൾ, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ള, അല്ലാതെ മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന ഒരു സൂചന പോലും അദ്ദേഹം. തനിക്ക് മുന്നിൽ വേറെ വഴികളുണ്ടെന്ന് തരൂർജി ഉദ്ദേശിച്ചത് എഴുത്തും വായനയാണെന്ന്. ഈ മുരളീധരേട്ടന്റെ ഒരു കണ്ടുപിടുത്തങ്ങൾ പോടുന്നു. ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ കൊടുത്തത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ആ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അമ്പട വിളിച്ചോ? അങ്ങനെയാണോ? ഇന്ന് രാഹുൽ ഗാന്ധിനെ കണ്ടിട്ട് നേരെ ഫ്ലൈറ്റ് ഇറങ്ങി വന്നിട്ട് തരൂർജി പറഞ്ഞൊരു കാര്യം കൽപ്പിച്ചേ. ഇടയ്ക്ക് നമ്മുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിത്തലുണ്ടാവുന്ന കേട്ടിട്ട് അത് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ്. ഇത് എൻ്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു, നല്ല സന്തോഷമല്ലേ, നല്ലൊരു കാര്യമായിരിക്കട്ടെ. വരുന്നു, താങ്ക്സ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സാറില്ലേ ചെന്നിത്തലാജി, അങ്ങോട്ട് മാറി ഇരുന്ന് സങ്കടപ്പെട്ടോളൂ. ഇനി ശശി തരൂർ വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ വന്നല്ലേ? നോ കമന്റ്സ്. മലയാളം പറയട്ടെ, നോ കമന്റ്സിന്റെ ഒരു പ്രതികരണവും ഇല്ല. ആയിക്കോട്ടെ. ഇനിയാണ് ഞങ്ങളുടെ കോംറേഡ്സിന്റെ രംഗപ്രവേശനം. തരൂരിനെ പോലുള്ളവര് കോൺഗ്രസിൽ ഇത്രയും നാൾ തുടർന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. അങ്ങനെ സത്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കോൺഗ്രസ് എങ്കിൽ അദ്ദേഹം വേറെ വഴികൾ നോക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഐസക് സാറേ, മറ്റേ സ്ഥാനർക്ക് അനാഥനാവില്ല എന്നുള്ളത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട്
ശശി തരൂർ അനാഥമാവില്ല കേരള രാഷ്ട്രീയത്തിൽ. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കും. തരൂര് അറിയപ്പെടുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനും വാഗ്മിയും രാഷ്ട്രീയ തന്ത്രജ്ഞനും ഒക്കെയുള്ള അനുഭവ സമ്പത്തുള്ള ഒരു വലിയ ലോകമറിയപ്പെടുന്നൊരു നേതാവാണ്. കാണപ്പെട്ട ദൈവമാണ് ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി പോന്നോന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോമ്രേഡ്സ് തരൂർജിയുടെ മുന്നിൽ വാതിലും മലർക്ക തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് വേറിട്ടൊരു ശബ്ദം കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു കോൺഗ്രസ് വിട്ടു പോകരുത്, നിങ്ങളുടെ ഇടം ഇതാണ്. വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ കോൺഗ്രസിൽ നിൽക്കണം, അത് ജനാധിപത്യ പാർട്ടിയാണ്, ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ട് മുന്നോട്ട് പോകണം, കോൺഗ്രസ് നയിക്കണം. ഞാൻ തർക്കമൊന്നുമില്ല ആ കാര്യത്തിലൊന്നും. ഇതെന്ത് വർത്താനാണ് തോമസ് ഏട്ടാ പറയണത്? ശശി തരൂർ കോൺഗ്രസിൽ തുടരുന്നതാണ് നല്ലതെന്നോ? ഇമാതിരി വർത്താനം പറയാനാണ് ഞങ്ങളുടെ സർക്കാർ നിങ്ങളുടെ യാത്രാപത്ത 11 ലക്ഷമാക്കിയിട്ട് ഉയർത്താൻ ശുപാർശ ചെയ്തത്? ദേ കൂടുതൽ വെള്ളച്ചിലെടുത്തിട്ടുണ്ടെങ്കിൽ ഡൽഹിക്ക് അവനവന്റെ കാശെടുത്ത് പോകേണ്ടി വരൂട്ടാ, പറഞ്ഞേക്കാം. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. കോൺഗ്രസിൽ കൊടുമ്പിരി കൊണ്ട അടി നടക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മുടെ LDF നേതാക്കള് ശശി തരൂർ LDFൽ ചേർന്നത് സ്വപ്നം കണ്ട് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ്. അടുത്ത ട്വിസ്റ്റും തഗ് ഡയലോഗായിട്ട് ശശി തരൂർ എപ്പോഴാണാവോ വരിക, ആർക്കാണാവോ പണി കൊടുക്കുക? ആർക്ക് പണി കൊടുത്താലും അതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആവുന്നു ഉറപ്പാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഗൈസ്, ട്രിപ്പ് മോഡ് ഓണാണ്. നമുക്ക് മണാലിയിലേക്ക് ട്രിപ്പ് പോയാലോ? കോഴിക്കോട് കടിയങ്ങാടുള്ള നബീസുമ്മ മണാലിയിലേക്ക് ട്രിപ്പ് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടത് കാണണം മക്കളെ, കൊതിയാവും നമുക്ക്. ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ, എന്താ രസം. എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. നബീസുമ്മ പൊളിയല്ല പൊപ്പൊളിയാണ്. ഇനി ഈ റീൽസിനെ കുറിച്ചിട്ട് എന്തുട്ടാ വിദഗ്ധർക്ക് പറയാനുള്ളത് നോക്കാം. റീൽസിലെ കമന്റ്സ് അല്ല, ഈ റീൽസിനെ മൊത്തത്തിൽ അപഗ്രഥിച്ച ചില പണ്ഡിതന്മാർക്ക് എന്തുട്ടാ പറയാനുള്ളത് നോക്കാം. ഏതെങ്കിലും മൂലയിരുന്ന് സനാതന്തി കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. 25 വർഷം മുന്നേ ആ ഉമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചു. ഇപ്പോഴും കരഞ്ഞ് തളർന്ന് പ്രാർത്ഥിച്ച് വീടിന്റെ മൂലക്കിരിക്കണം എന്നാണ് പറയണത്. നോട്ട് ദ പോയിന്റ്, ഒരു മത പണ്ഡിതനാണ് പറയണത്. എന്റെ പൊന്നെ, എണീറ്റ് നിന്ന് നമസ്കരിച്ചേക്കാം. മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ, ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. ശരിയാ, ഇതാണ് പ്രശ്നം. ശരിക്കും എന്താണ് അതിന്റെ പ്രശ്നം? നിങ്ങൾ പറയണതും പ്രവർത്തിക്കണതും രണ്ടാണല്ലോ പണ്ഡിത. പണ്ഡിതനല്ലേ പറഞ്ഞത് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് വീടിന്റെ മൂലക്ക് ഇരിക്കണെന്ന്? എന്നിട്ട് നിങ്ങൾ എന്തിട്ട് ചെയ്യണത്? റീൽസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുക കൊച്ചു കള്ളൻ. അടുത്തതായി ഇബ്രാഹിം സഖാഫിക്ക് വെല്ലുവിളിയായി നേരം വെളുക്കാത്ത അടുത്ത പണ്ഡിതനെത്തുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഓൺ സ്റ്റേജ്. അന്യ സ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്തത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടി വേണം. അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം. വന്നതും നിന്നതൊക്കെ കണക്കാണല്ലോ. അല്ല, ഇതിനൊന്നും എതിരെ നാവ് ഉയർത്താൻ അവിടെ ആരും ഇല്ലേ? അതൊന്നും ഞാൻ പറയുന്നില്ല. സമാധാനത്തിലൊന്നും നമുക്ക് പിരിയെന്ന അതാണോ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? സമാധാനത്തിൽ പിരിയ അതൊക്കെ നിങ്ങൾ പണ്ഡിതന്മാരോടൊക്കെ ചോദിക്കും. എന്റെ പൊന്നുമക്കളെ, എന്നോടൊന്നും ചോദിക്കില്ലേ, എനിക്ക് പേടിയാണ്. എനിക്ക് മനസ്സമാധാനം വേണമെന്ന്. നിങ്ങൾക്ക് മനസ്സമാധാനം വേണം, പക്ഷെ സ്ത്രീകൾക്ക് മനസ്സമാധാനം വേണ്ട അല്ലേ? കൊള്ളാലോ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാ മതി അല്ലേ? കേരളത്തിലെ സ്ത്രീകളൊക്കെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞില്ലേ? മാധ്യമ പ്രവർത്തകർ കുത്തി ചോദിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും 2 വാക്കും ഒഴിഞ്ഞല്ലോ, സന്തോഷം. ഇവിടെ ഏതെങ്കിലും മതത്തിനോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്കോ എതിരായിട്ട് ആരും വിമർശനം ഉന്നയിച്ചിട്ടില്ല. പുരുഷന്മാർക്ക് മാത്രമേ സന്തോഷവും സമാധാനവും പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവും പണ്ഡിതന്മാരെ? നമ്മുടെ ഈ നബീസുമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം കാലായി കഷ്ടപ്പെടുന്നു. എത്ര കഷ്ടപ്പെട്ടാണ് അവര് മക്കളെ വളർത്തി വലുതാക്കിയത്. എന്നിട്ട് 55-ാം വയസ്സിൽ ഒരു ട്രിപ്പ് പോയതായി ലോകം കണ്ട ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഇവിടെ നബീസുമ്മമാരുണ്ടാവും, അവര് ട്രിപ്പ് പോവുകയും ചെയ്യും, വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യും. അതെ, ഇത് 21-ാം നൂറ്റാണ്ടാണെന്ന് പണ്ഡിതന്മാർ ഇടയ്ക്ക് മറന്നു പോകുന്നു. അടി